ഞങ്ങൾ ഒരു വാക്ക് ചോദിച്ചപ്പോ അവര് പറഞ്ഞാണ് ഷോ കാണിക്കുന്നത്. ഇപ്പൊ ഷോ കാണിച്ചിട്ട് പോയത് ആരാണ്? പൂർത്തിയാക്കാതെ നിർത്തിവെച്ചാണ് ഇതിന്റെ ഗൌരവം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ 3 മന്ത്രിമാരും MLA ശ്രീ വി ജോയി അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തിയത്. ജില്ലാ കളക്ടറും അതിനു മുമ്പ് തന്നെ RDOയെ നേരത്തെ തന്നെ ആദ്യം തന്നെ RDO ഇങ്ങോട്ട് അയക്കുകയും ഇതിന്റെ ഗൌരവത്തിനനുസരിച്ചുള്ള ഇടപെടലിന് വേണ്ടിയാണ്. പക്ഷേ ഇതിൽ വൈകാരികമായിട്ടുള്ള ചില പ്രകടനങ്ങൾ ഇവിടെ നടന്നത് നിർഭാഗ്യകരമാണ്, സ്വാഭാവികമാണ്, ഉണ്ടാകുന്നതാണ്. പക്ഷേ എങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ആദ്യം ഈ 3 പേരെ കാണാതായ 3 പേരെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാളിനെ കണ്ടെത്തി, കുഞ്ഞുമോനെ കണ്ടെത്തി, ബാക്കി 3 പേരെയും കണ്ടെത്താനാണ്. അവരോടൊപ്പമാണ് ജില്ലാ ഭരണകൂടവും ഗവൺമെന്റും എല്ലാം നിൽക്കുന്നത്. അത് കണ്ടെത്തിക്കൊണ്ട് മറ്റ് ഇവിടെ വന്ന ആശങ്കകളായിട്ടുള്ള വിഷയങ്ങൾക്ക് ആവശ്യമായ ഇടപെടൽ നടത്താൻ ഞങ്ങളെല്ലാം അതിന്റെ കൂടെ നിൽക്കുന്നവരാണ്. ആ നിലയിൽ ഈ വിഷയങ്ങളെ കാണണമെന്നാണ് പറയാനുള്ളത്. അനാവശ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരം വിനിയോഗിക്കാൻ പാടില്ല. ഈ ദുഃഖത്തിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുത്തുകൊണ്ടാണ് നമുക്ക് ഇതിനെ കണ്ടെത്തി ഇത്തരത്തിലുള്ള അവസ്ഥ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. ഞങ്ങളുടെ തൊഴിൽ ഞാനടിക്കുന്ന തിരമാല ജീവിക്കുന്ന മെയ്ക്കരുത്തും കൈക്കരുത്തുമുള്ള പത്രോസിന്റെ മകളാണ് ഞാൻ. ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളാണ്. അതുകൊണ്ട് എന്റെ അച്ഛന്റെ വേദന എനിക്കറിയാം. എന്റെ അച്ഛൻ പ്രവർത്തിച്ച ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പരിഹരിക്കുന്നത് ഞങ്ങളുടെ അച്ഛന്റെ വേദന അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത്. അത് കേൾക്കാനുള്ള സെന്മൻസ് കാണിക്കാതെ ആന്റണി രാജു എന്ന് പറയുന്നത് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു മന്ത്രി, അദ്ദേഹം പറയാണെന്നത് ഷോ കാണിക്കുകയാണെന്ന്. അതാണ് ഞങ്ങൾ ഏറെ വേദനിപ്പിച്ചത്. 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. മന്ത്രി വന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു ചോദ്യമേ ചോദിച്ചോളൂ, ഇനി അടുത്ത വർഷം മരണം നടക്കുവോ ഇല്ലയോ എന്ന്. കാര്യം എല്ലാ വർഷവും വന്ന് ഇവിടെ ഭയങ്കര പ്രഖ്യാപനമാണ്. MLA ആവട്ടെ, മന്ത്രി ആവട്ടെ. കഴിഞ്ഞ വർഷം ഓണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഇവിടെ 4 പേര് മരിക്കുന്നത്. എനിക്ക് നല്ല ബോധമുണ്ട്. അന്നേരം പോകുമ്പോൾ അവര് പറഞ്ഞത് 19 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 4 പേര് മരിച്ച. ഇനി ഇവിടെ മരണമേ നടക്കത്തില്ല. എന്തേ ഹാർബർ ഇവിടെ മുതലപ്പുഴയിൽ മാത്രമേ ഹാർബർ ഉള്ള, വേറെ ഒരിടത്തും ഹാർബർ ഇല്ല. കുരുതി നടക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. കുരുതി എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഉള്ളവര് തമ്മിൽ തെറ്റിച്ചും സമുദായങ്ങളെ ഒന്നിച്ച് നിൽക്കാതിരിക്കാൻ ശ്രമിച്ചും അവർ നല്ല രാഷ്ട്രീയം കളിക്കുകയാണ്. കാര്യം ഞങ്ങളുടെ ജീവന് ഒരു പുല്ല് വിലയില്ലെന്നത് ഇപ്പൊ ഈ നിമിഷം മനസ്സിലായി. കാര്യം ഞങ്ങൾ ഒരു വാക്ക് ചോദിച്ചപ്പോ അവർ പറഞ്ഞാണ് ഷോ കാണിക്കുന്നത്. ഇപ്പൊ ഷോ കാണിച്ചിട്ട് പോയത് ആരാണ്? മന്ത്രി പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിക്കാമെന്ന് പറഞ്ഞു. അവര് വന്ന് ഇവിടെ സ്ഥലം സന്ദർശിച്ച് സ്ഥലം വിട്ടു. കാരണം സർക്കാരിന് ആത്മാർത്ഥമായി ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സന്മനസ്സില്ല. ഈ വർഷം 10ാമത്തെ അപകടമാണിത്. ഈ വർഷം അധികം കടലൊന്നും ഉണ്ടായില്ല, 10ാമത്തെ അപകടമാണ്. അങ്ങനെ 10 അപകടങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആവർത്തിച്ച് പത്രമാധ്യമങ്ങളോട് ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന്. ഈ പൂന വാട്ടർ ആൻഡ് സെൻട്രൽ അതോറിറ്റി ഇവിടെ വന്നെങ്കിലും അവരിവിടെ സ്ഥലം കണ്ടിട്ട് മന്ത്രിമാരിപ്പോ വന്നതുപോലെ മന്ത്രിമാരുടെ മരവൊക്കെ ഞങ്ങൾക്ക് കൃത്യം മനസ്സിലായി. ഈ പ്രദേശത്തുള്ള CPM ആളുകളെയൊക്കെ രംഗത്തിറക്കിയിട്ട് വളരെ സുരക്ഷിത വലയത്തിൽ ഇവിടെ വന്ന് രക്ഷപ്പെട്ടു പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഞങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു ഈ സീസണിന് മുമ്പ് ഈ പ്രശ്നം പഠിച്ച് അതിന് പരിഹാരം കാണാമെന്ന്. ആ പരിഹാരം കാണാനായിട്ട് വൈമനസ്യം കാണിക്കുന്ന സർക്കാരാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കുരുതി കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, കുടാലെ കമ്മിറ്റി, വിഴിഞ്ഞത്തെ